എല്ലാവർക്കും ഹായ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നന്ദുട്ടൻ സ്കൂളിൽ പോയി. ഇപ്പം ഞാൻ നേരെ പോകുന്നത് അമ്മയുടെ കൂടെ ബാങ്കിൽ പോകാനുണ്ട്, അക്ഷയയിൽ പോകാനുണ്ട്. അപ്പോൾ എന്നോട് അമ്മ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവിടുന്ന് വിട്ടു. അപ്പം ഞാനും ഇവിടുന്ന് വിടലായി. മുന്നാടേക്ക് എത്തണം. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് എത്തി. കാര്യങ്ങളെല്ലാം കുറച്ചെല്ലാം റെഡിയായി. ബാങ്കിലാണ് ഇപ്പോൾ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇരുന്ന് കുറേ സംസാരിച്ചു. പിന്നെ അവിടുന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് അമ്മ നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ തിരിച്ച് ഷോപ്പിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ കുണ്ടൻകുഴിയാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്ത ബ്യൂട്ടി പാർലർ. ഇത് എൻ്റെ ബിന്ദു ചേച്ചി, ഇതാണ് ബിന്ദു ചേച്ചി. കസിൻ ചേച്ചി അന്നോട് ഉണ്ടായിട്ട് ആടാന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. താഴെ ഇറക്കുമ്പോഴേക്ക് ഇത് എൻ്റെ സ്വന്തം ചേച്ചി, അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയാണ്, ശ്രുതി ചേച്ചി, ഇളമര മോള്. അപ്പോൾ ഇവളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നതായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടി ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു, സെൽഫിയെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് അവളെന്നോട് പറഞ്ഞു ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തല്ലേ പറഞ്ഞു. എന്നാലും ഞാൻ ഇട്ടു. അങ്ങനെ ഞാൻ ഷോപ്പിലേക്ക് വരുന്ന വഴിയാണ്. ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ നിശ്ചയിച്ച് ഇന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നിശ്ചയിച്ച് ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞു നിശ്ചയിച്ച് എത്തുമ്പോൾ. അങ്ങനെ ഷോപ്പിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. ഷോപ്പ് അടിച്ചു വാരി തോർത്തി വിളക്കെല്ലാം വെച്ച്. പിന്നെ കുറച്ച് കസ്റ്റമർ ഉണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കില്ല. പിന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു മേക്കാതെ കുത്തണമെന്ന്. മുമ്പ് ഒരു പ്രാവശ്യം കുത്തി അത് പഴുത്ത് ഞാൻ അയച്ചു വെച്ചതാണ്. പിന്നെ എന്നോടൊരു മടുപ്പായിരുന്നു. അപ്പം ഇവരെന്നോട് നിർബന്ധിക്കും കുത്തണം. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് തൊട്ട് താഴെ ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുത്തി. പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് പോകുമ്പോൾ നന്ദോട്ടും പറയുമായിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നമുക്കൊന്ന് ചെയ്യണം, വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല പ്രതിഭാസം ഒന്ന് കാണണം. അങ്ങനെ രാത്രി അതിനുള്ള പരീക്ഷണമായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നല്ലേ. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ ബൈ.